ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്. അപ്പോൾ സിസ്കോയിൻ ഇല്ലെങ്കിൽ ഒരു സിക്സ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ കമൻറ്റിൽ വന്നിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യും, എന്നെ നെഗറ്റീവ് പറയും. അതേപോലെ തന്നെ ഇതിന്ന് പൈസ പോയ ആൾക്കാരുടെ കമൻറ്റ് ഇതിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ വീഡിയോയിൽ ഞാൻ പറയുന്ന എന്ത് കാര്യമാണോ ആ ഒരു ക്വസ്റ്റിന് നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റ് വിശ്വസിക്കാം. ഇല്ലെങ്കിൽ ഇത് റിയൽ ആണോ സ്കാം ആണോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഉറപ്പുവരുത്താം. അല്ലാതെ കമൻറ്റിൽ കാണുന്ന ഒരുപാട് പോസിറ്റീവൊക്കെ അതിൻ്റെ ഈ ഒരു ടീമിലുള്ള ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്ന കമൻറ്റുകളായിരിക്കാം, മേ ബി ആയിരിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് നമ്മളെ കുഴിയെ കൊണ്ട് ചാട്ടിക്കാൻ പറ്റുന്ന ഒരുപാട് മലയാളീസ് ഉണ്ട്. അപ്പം മലയാളീസിന് എത്രത്തോളം ഓരോരോ ഇത് തെറ്റ് പറ്റി, ഇല്ലെങ്കിൽ എത്രത്തോളം ആൾക്കാർ ഉടായിപ്പിപ്പെട്ടു, എത്രത്തോളം ആൾക്കാരുടെ പൈസ പോയാലും വീണ്ടും വീണ്ടും എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കയറണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഇവർ ഏറ്റവും കൂടുതൽ ഒരു നമുക്കൊക്കെ ഈ ഒരു തൂണ്ടുക എന്ന് പറയില്ല, നമ്മളെ പെട്ടെന്ന് ട്രിഗർ ചെയ്യുക പറയുന്ന രീതിയിൽ എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങളെ കോടീശ്വരനാക്കുക എന്ന് പറയുന്ന ഒരു സ്കീമാണ് ഇങ്ങനെയുള്ള MLM അങ്ങനെയുള്ള പ്രൊജക്റ്റുകളൊക്കെ എടുത്തുള്ളൂ. അപ്പോൾ എന്തായാലും സിസ്കോയിന് ഞാൻ ആദ്യം തന്നെ നെഗറ്റീവുകളൊന്നും പറയുന്നില്ല, എന്തൊക്കെയാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം നോക്കാം. അതേപോലെ തന്നെ എൻ്റെ ക്വസ്റ്റ്യനും ഞാൻ നിങ്ങളിലേക്ക് പറയാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ള കാര്യം. അപ്പോൾ മേ ബി ഞാൻ റിവ്യൂ ചെയ്യുന്നത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളൊരു കാര്യം. അപ്പോൾ 6 ഈസ് ദ ലിമിറ്റേഴ്സ് ലെറ്റസ് ക്രിപ്റ്റോ കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. വെൽക്കം ടു ദ സ്വിക്സ് വേൾഡ് മാർക്കറ്റ് പ്ലേസ്, ദ വേൾഡ് ലാർജസ്റ്റ് ഗ്ലോബൽ ക്രിപ്റ്റോ കൊമേഴ്സ് പ്ലാറ്റ്ഫോം വിത്ത് എ റെവല്യൂഷണറി മെറ്റാവേഴ്സ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇവർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു, അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു അല്ലെങ്കിൽ സ്റ്റേക്കിംഗ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കോയിൻ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് എന്താണ് പർച്ചേസ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള സൂപ്പർ മാർക്കറ്റിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ വളരെയധികം ഒരു നല്ല ഹോപ്പൊക്കെയാണ് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ. ക്രിപ്റ്റോ കറൻസി വെച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെയാണ് അതിൻ്റെ ഒരു പ്രൊമോഷൻ. അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ എന്താണ് നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ഒരു അത്ഭുതമാണ്, അപ്പോൾ നമ്മുടെ എവിടെയും ക്രിപ്റ്റോ കൊണ്ട് ചെയ്യാലോ എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഞാൻ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, തൊട്ട് താഴോട്ട് വരുന്നുണ്ട്. അപ്പോൾ ക്രിപ്റ്റോ കൊമേഴ്സ് ഹാസ് നോ ജിയോഗ്രാഫിക്കൽ ബൗണ്ടറീസ്, വി സെർവ് ഗ്ലോബൽ ക്ലയൻറ്റ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവർക്ക് ഒരു ലിമിറ്റേഴ്സും ഇല്ല, ഗ്ലോബലിലുള്ള വേൾഡിലുള്ള എവിടെ ആയാലും ഞങ്ങൾക്ക് എന്താണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവർ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യ, നമ്മുടെ കേരള, ഇല്ലെങ്കിൽ മലയാളീസ് ഇല്ലെങ്കിൽ മലബാറീസ് അല്ലെങ്കിൽ ദുബായിലുള്ള മലയാളി പീപ്പിൾസിനെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തൊട്ട് സൈഡിൽ ആകുന്നുണ്ട് ബ്ലോക്ക് ചെയിൻ ഇൻഫ്രാസ്ട്രക്ചർ, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എനേബിൾസ് ക്വിക്ക് ആൻഡ് സെക്യൂർ പേയ്മെൻറ്റ് ഗ്ലോബൽ. അപ്പോൾ എന്തായാലും ഇതൊക്കെ നമുക്കറിയാം, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാത്ത കാര്യമല്ലല്ലോ. ആ ഒരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. മെറ്റാവേഴ്സ് ഷോപ്പിംഗ് എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. വെർച്വൽ സ്റ്റോർസ് ഇൻ ദ മെറ്റാവേഴ്സ് ടു സെൽ ബോത്ത് ഫിസിക്കൽ ആൻഡ് ഡിജിറ്റൽ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് പർച്ചേസ് ചെയ്യാം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി ഫോർ ആൾ, 100+ ഗ്ലോബൽ ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ഫേക്കാണ്. 100-ലധികം ബ്രാൻഡ് ഉണ്ടായ ഒരു കമ്പനിക്ക് അത് ഫേക്കാണ് പറയാനുള്ള കാര്യം ഞാൻ ഇത് തൊട്ട് അപ്പുറം എന്ത് ചെയ്യാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അൺലോക്ക് ദ പവർ ഓഫ് ഗ്ലോബൽ ക്രിപ്റ്റോ കൊമേഴ്സ് ആൻഡ് ജോയിൻ ദ ഫ്യൂച്ചർ ഓഫ് ഓൺലൈൻ ഷോപ്പിംഗ് ടുഡേ. അപ്പോൾ ഞാൻ പെട്ടെന്ന് താഴോട്ട് നോക്കുമ്പോൾ ഞാൻ കാണുകയാണ് ലുലു മാളിൻ്റെ ഒരു എംബ്ലം ഇവിടെ കിടക്കുന്നു, അതേപോലെ തന്നെ ജോയ് ആലുക്കാസിൻ്റെ ഒരു എംബ്ലം ഇവിടെ കിടക്കുന്നു, അതേപോലെ തന്നെ നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു എംബ്ലം ഇവിടെ കിടക്കുന്നു, അതേപോലെ തന്നെ അലൻസോളി എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും നല്ലൊരു ബ്രാൻഡിൻ്റെ ഒരു എംബ്ലം ഇവിടെ കിടക്കുന്നുണ്ട്, നൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എംബ്ലം കിടക്കുന്നുണ്ട്, ബേബി ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എംബ്ലം കിടക്കുന്നുണ്ട്, കെയർഫോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എംബ്ലം കിടക്കുന്നുണ്ട്, ജോക്കി നിങ്ങളുടെ റിസ്റ്റും ബാൻഡിനെ പറ്റിയിട്ടൊരു എംബ്ലം കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർക്ക് ഇതിൻ്റെ പാർട്ട്നേഴ്സ് ആണെന്ന്. അപ്പോൾ നിങ്ങളും അങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടാവും, ഒരു തെറ്റിദ്ധാരണയാണല്ലോ. അപ്പോൾ ഇവരൊന്നും ഇവരുടെ ഇല്ലെങ്കിൽ ഇവരുടെ പാർട്ട്നേഴ്സ് അല്ല, ഇവരെന്ത് ചെയ്യും, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലൊക്കെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി അവരൊരു കാർഡ് തരും, ഒരു ഗിഫ്റ്റ് കാർഡ് തരും. അതിന് ഇത്രത്തോളം വർത്തായിരിക്കും. ആ ഒരു കാർഡ് നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങാം, അങ്ങനെയുള്ള പല പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾക്ക് വാങ്ങാം. അങ്ങനെയുള്ള ഗിഫ്റ്റ് കാർഡൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു കാർഡാണ് ഈ ഒരു കോയിനിൽ നിങ്ങൾക്ക്, ഇതൊരു കോയിനെ ഞാൻ പറയുന്നില്ല, സിസ്കോയിൻ എന്നുള്ളത് അവരുടെ പേര് മാത്രമാണ്. ഈ ഒരു ക്രിപ്റ്റോ കറൻസിയിൽ കോയിൻ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ചെയിൻ സ്വയമായിട്ട് ഇല്ലെങ്കിൽ ഓണായിട്ട് ബ്ലോക്ക് ചെയിൻ ഉള്ള കോയിൻസിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുക, കോയിൻസ് എന്ന് പറയുക. ഒന്ന് ബിറ്റ് കോയിൻ, എത്തീരിയം, അതേപോലെ തന്നെ ട്രോണ്, അങ്ങനെയുള്ളതൊക്കെ. അതിന് താഴെ ഈ ഒരു ബ്ലോക്ക് ചെയിനിൽ ബിൽഡ് ചെയ്യുന്ന ഏതൊരു ക്രിപ്റ്റോ കറൻസിയും ടോക്കൺ ആണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ സ്വിസ് എന്ന് പറയുന്നത് ഒരു ടോക്കണാണ്. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നോക്കണം, സ്വിസ് കോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് അവർ കൊണ്ടുവന്നത്. അപ്പോൾ ഈ താഴെ കാണുന്ന ഈ ഒരു ഏതൊരു ബ്രാൻഡും ഇവരായിട്ട് പാർട്ട്ണർഷിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് 100% ഞാൻ ഉറപ്പ് തരുന്നു. അത് ഉണ്ടെന്ന് നിങ്ങൾ തെളിയിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് താഴെ വന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാം. ഇവൻ്റെ ആയിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റിൽ ഇവരെന്താണ് ഇവർ പാർട്ട്ണർഷിപ്പ് എടുത്തിട്ടുണ്ടെന്ന് ഉള്ളൊരു കാര്യം നിങ്ങളെ കൊണ്ടൊന്നും തെളിയിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ വാട്ട് വി ആർ ഫ്യൂച്ചർ ഓഫ് കമേഴ്ഷ്യൽ ഷോപ്പിംഗ്, ഇതും
പിന്നെ അവരെന്താണ് ചെയ്യുന്നത്, നമ്മൾ ഏതൊരു ക്രിപ്റ്റോ കറൻസി കൊണ്ടുവരുമ്പോഴും അപ്പോൾ പറയുന്ന ഡീസെൻട്രലൈസേഷൻ ആണ്. നമുക്ക് സാധാരണ ഒരു ക്രിപ്റ്റോ കറൻസിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. അതിൽ ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പെറൻ്റ് ഒക്കെ എന്തുകൊണ്ടാണ് ഇവർ യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയില്ല. അപ്പോൾ ഇവർ വൈ യു ഷുഡ് ചൂസ് അസ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞങ്ങൾ ചൂസ് ചെയ്യേണ്ടത്? പോയിനർ ഇൻ ബ്രിങ് ക്രിപ്റ്റോ കൊമേഴ്സ് ഇൻ കോമൺ പബ്ലിക്. അപ്പോൾ ഇതിൽ എൻ്റെ ഒരു ഒറ്റ നോട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് ഇതൊരു MLM സ്കീമാണ്, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കോടീശ്വരൻ ആവാൻ പറ്റുന്ന ഒരു സ്കീമാണ് എന്നുള്ളൊരു കാര്യങ്ങളാണ്. അങ്ങനെ പറയുന്ന ഏതൊരു വെബ്സൈറ്റും നമുക്ക് എന്താണ് വളരെയധികം റിസ്ക് ഉള്ളതാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇങ്ങനൊരു കോയിൻ ഇല്ലെങ്കിൽ ഇങ്ങനൊരു സ്വിഷ് കോയിൻ എന്ന് പറയുന്ന ടോക്കൺ നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ വരുന്ന ഏതൊരു ടോക്കണും നല്ലൊരു പ്രൊജക്റ്റ് ആണെങ്കിൽ, ഇല്ലെങ്കിൽ ഇത്തിരിയൊക്കെ കാശൊക്കെ മുടക്കി നല്ലൊരു വർത്ത് ആവാൻ പറ്റുന്ന ഇല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊജക്റ്റ് ആണെങ്കിൽ കോയിൻ ഗീക്കോയിൽ തന്നെ അതിൻ്റെ ഒരു പ്രൈസ് കാണാൻ പറ്റണം. ഈ ഒരു ടോക്കണ് ഒരു ലിക്വിഡിറ്റി ഇല്ല, ഒരു മാർക്കറ്റ് ക്യാപ്പ് ഇല്ല, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല. ഇതിന് 1 ബില്യൺ സർക്കുലേറ്റിംഗ് സപ്ലൈ ഉണ്ടെങ്കിൽ ഈ 1 ബില്യൺ ടോട്ടൽ സപ്ലൈ ഉണ്ടെങ്കിൽ ഈ 1 ബില്യൺ ടോക്കണും സർക്കുലേറ്റിംഗ് സപ്ലൈ ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കാണുമ്പോൾ ഇത് പക്ക ഫേക്ക് ആണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക. അപ്പോൾ ഇനിയെങ്കിലും ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇനി ചെയ്യാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ ലോഗിൻ സെക്ഷൻ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ലോഗിൻ ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിലൊന്ന് എക്സ്പ്ലോർ ചെയ്യണമല്ലോ. ഇതിൻ്റെ റോഡ് പേപ്പർ നോക്കണ്ട, വൈറ്റ് പേപ്പർ നോക്കണ്ട, ഒരു കാര്യങ്ങൾ നോക്കണ്ട. ഈ റോഡ് പേപ്പർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളും അവർ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല. ക്വാർട്ടർലി 4ലാണ് 2020ലാണ് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് വന്നിട്ടുള്ളത്. അവരിവിടെ പറഞ്ഞിട്ടുണ്ട് ക്വാർട്ടർലി 4 ഓഫ് 2020 തന്നെ ഡീസെൻട്രലൈസ് എക്സ്ചേഞ്ചിലൊക്കെ ഇത് എന്താവും ലിസ്റ്റ് ആവും എന്നുള്ളൊരു കാര്യം. ഒരിക്കലും ലിസ്റ്റ് ആയിട്ടില്ല. ഇങ്ങനെ ഒരു കോയിൻ ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതിനൊരു ഫണ്ട് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതേപോലെ തന്നെ ക്വാർട്ടർലി 2024 വേൾഡ് മെർച്ചൻ്റ് ഓൺ ബോർഡിംഗ് എന്നുള്ള മാതിരി തള്ളൊക്കെയാണ് തള്ളിയിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഇത് നോക്കണ്ട. ഇതെന്താണ്, ഞാൻ വിചാരിച്ചാൽ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ പറ്റും. പിന്നെ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത് ഇങ്ങനെ സാധാരണക്കാരായ ഒരു 30-40 വയസ്സ് ഇത്തിരി പൈസയൊക്കെ ഉള്ളവർ 2000, 3000, 4000 ഇട്ടാലും പോയാൽ പോട്ടെ ഒന്നും ചെയ്യേണ്ട എന്ന് വിചാരിക്കുന്ന ആൾക്കാരിനെയാണ്. അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാർ തന്നെ കൂടുതൽ കേസ് അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നില്ല. ഇതെന്തായാലും പറ്റിക്കലാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാക്കി ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ ഒരു ടോക്കണിൻ്റെ കുറച്ച് അഡ്രസ്സും അതേപോലെ തന്നെ ഏതൊരു ടോക്കൺ ഇത് എവിടെയാണ് ലിസ്റ്റ് ആയിട്ടുള്ളത്, ഈ ഒരു കമ്പനിക്ക് ഫണ്ടഡ് കിട്ടിയിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ആരാണ് ഇതിന് ഫണ്ടഡ് ചെയ്യുന്നുള്ളത്. ഇവർ പറയുന്ന ഒരു വാഗ്ദാനമാണ് 7 കൺട്രീസിൽ ഞങ്ങൾ ആൾറെഡി തന്നെ വന്നു കഴിഞ്ഞു, ഇനി ഞങ്ങൾ 14 കൺട്രീസിൽ വരാൻ പോവാണ്. അപ്പോൾ ഈ ഒരു 7 കൺട്രീസിലും 14 കൺട്രീസിലും 100+ ഗ്ലോബൽ ബ്രാൻഡ്സിലൊക്കെ ഉള്ള ഈ ഒരു വ്യക്തികൾ, ഇവർക്ക് ആരാണ് ഫൗണ്ടർ എന്ന് അവർക്ക് എന്താണ് അവർ റിവീൽ ചെയ്തിട്ടില്ല. നിങ്ങൾ എവിടെയെങ്കിലും നെറ്റിൽ നോക്കിയിട്ടാണെങ്കിലും എന്തു കാര്യങ്ങളായാലും നിങ്ങൾക്ക് എന്താണ് അത് ഒഫീഷ്യലി ആയിട്ട് പറയാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് എന്താണ് പോവാം. അപ്പോൾ ആൾറെഡി തന്നെ അവർ ഒഫീഷ്യലായിട്ട് അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടില്ല. മേ ബി ആളുകൾ നിങ്ങൾക്ക് കാണുന്ന അല്ലെങ്കിൽ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവരാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു രീതി മാത്രമാണ് ഇവിടെ ഉള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ നേരെ വീണ്ടും ഹോമിലേക്ക് വന്നിട്ട് ഈ കോയിൻ്റെ കോൺട്രാക്ട് അഡ്രസ്സ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ട്രോൺ സ്കാനിലാണ്, ട്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്ക് ചെയിനിലാണ് ഇവർ ടോക്കൺ ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതിന് എത്രത്തോളം ലിക്വിഡിറ്റി ഉണ്ട്, ഇവർ പറയുന്നത് യൂട്ടിലിറ്റി ഒക്കെ കൊടുക്കാമെന്നാണല്ലോ. ഇല്ലെങ്കിൽ ഇവരൊരു ലിക്വിഡിറ്റി പൂൾ പോലെ നിങ്ങളെ കൊണ്ട് പൈസ ഇടിപ്പിക്കായിരിക്കും. ആ പൈസ ഒന്ന് വിഡ്രോ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് ഒരിക്കലും പറ്റില്ല എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ഓരോ സ്കീമിലും ആദ്യത്തെ 10 ദിവസം വിഡ്രോ ചെയ്യാൻ പറ്റുക, 11ാമത്തെ ദിവസം നിങ്ങൾ ആൾക്കാരെ ചേർക്കുന്ന ദിവസം അത് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോ ഫേസ് കൊണ്ടുവരും, ഇല്ലെങ്കിൽ ഓരോ മെത്തേഡ് കൊണ്ടുവരും, ഓരോ മെത്തേഡിനും പുതിയ കണ്ടീഷൻസ് കൊണ്ടുവരും. നിങ്ങളെ കൊണ്ട് പൈസ ഇടിയിപ്പിക്കരുത് എന്നുള്ളൊരു കാര്യമാണ്. നമുക്ക് അങ്ങനെ കണ്ടോ മെനക്കെട്ടിട്ട് ഇത് ചെയ്തിട്ട് നമുക്ക് വയ്യാണ്ടായിട്ട് ഇത് വേണ്ട, അത് വണ്ടാരം പോട്ടെ എന്ന് പറയുന്ന രീതിയിൽ നിങ്ങളെ കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് ഇവൻ്റെ സ്കീമുകൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയാണ് ഓരോ MLM സ്കീമും പോക്സി സ്കീമും എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് വരുന്നത് എന്നുള്ളൊരു കാര്യം കൂടി സത്യാവസ്ഥയുണ്ട്. ഇവിടെ ഗൂഗിൾ പ്ലേ കണ്ടിട്ട് ഗൂഗിൾ പ്ലേയിലൊന്നും ഇതുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഗൂഗിൾ പ്ലേയിലൊക്കെ 2023 തന്നെ ഈ ഒരു ആപ്പ് എന്താണ് അവിടെ നിന്ന് പോയിട്ടുണ്ട്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ ഇവനെ കൊണ്ട് മെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. വെറും 1000 പേരാണ് ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. അതിന് ഫുള്ള് നെഗറ്റീവും അവർ റിപ്പോർട്ട് ചെയ്തിട്ട് ഈ ആപ്പ് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയെങ്കിലും ഇതിൽ കയറണ്ട. അതേപോലെ തന്നെ ഇതിൽ തന്നിട്ടുള്ള കോൺടാക്ട് നമ്പർ ഞാൻ വിളിച്ചു നോക്കി, ഒരിക്കലും കിട്ടുന്നില്ല, സെർവർ അൺറീച്ചബിൾ ആണ് എനിക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കോയിൻ്റെ ഈ ഒരു സ്കാൻ ചെയ്ത് ഈ ഒരു ട്രോൺ സ്കാനിൽ നമുക്ക് നോക്കാം ഈ കോയിന് എത്രത്തോളം സപ്ലൈ ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ നേരെ ട്രോൺ സ്കാനിൽ വന്ന് ഈ കോയിൻ്റെ കോൺട്രാക്ട് അഡ്രസ് അടിച്ചു കൊടുത്തപ്പോൾ ടോട്ടൽ സപ്ലൈ എന്ന് പറഞ്ഞാൽ 1 ബില്യൺ ആണ്. സർക്കുലേറ്റിംഗ് സപ്ലൈ 1 ബില്യൺ ആണ്. മാർക്കറ്റ് ക്യാപ്പ് ഒന്നുമില്ല. അതേപോലെ തന്നെ സർക്കുലേറ്റിംഗ് മാർക്കറ്റ് ക്യാപ്പ് ഒന്നുമില്ല. ആരും ഇത് ട്രേഡ് ചെയ്യാൻ അങ്ങനെയുള്ള കാര്യം. അപ്പോൾ ഇത് ലിസ്റ്റ് ആയിട്ടില്ല ഇതുവരെ. അപ്പോൾ തന്നെ അത് ഫേക്ക് ആണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇഷ്യൂയിങ് ടൈം 2021 സംതിങ് അവർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഹോൾഡേഴ്സ് 8137 പെട്ടു. അതിലവൻ്റെ ടീം ഉണ്ടാവും, ടീമിലൊക്കെ പൈസ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവും. ബാക്കിയുള്ള എല്ലാവരും പെട്ട ലിസ്റ്റാണ് ഇവിടെ കിടക്കുന്നത് എന്നുള്ളൊരു കാര്യം. ആൾറെഡി മേ ബി ഇതൊക്കെ സ്കാമായി കഴിഞ്ഞു പോയിട്ടുള്ള പ്രൊജക്റ്റ് ആയിരിക്കാം. ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ എൻ്റെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഒരു പ്രൊജക്റ്റൊക്കെ റിവ്യൂ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഞാൻ ഈ ഒരു സ്വിച്ചിൽ വന്നപ്പോൾ എനിക്ക് അടുത്തത് കാണാൻ പറ്റിയത് പ്രോട്ടോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊജക്റ്റും കൂടി ഇതിൻ്റെ കയ്യിലുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു പ്രോട്ടോൺ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിക്ക് പോകുന്നതിന് മുമ്പ് ഈ സ്വിച്ച് കമ്പനിന് ഫണ്ടഡ് ആരും റേസ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം ട്രാൻസ് എക്സ്ചേഞ്ചിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വിച്ച് ക്യാൻ അബൌട്ട് ദ കമ്പനി, സ്വിച്ച് ക്യാൻ ഈസ്
അൺഫണ്ടഡ് കമ്പനി ഫൗണ്ടഡ് ഇൻ 2020. അപ്പോൾ നിങ്ങളുടെ ഫണ്ടൊക്കെ ഇവരൊരു ടോക്കൺ ജനറേറ്റ് ചെയ്ത് ലിക്വിഡിറ്റി കൊണ്ടുവരുന്നൊക്കെ പറയാണ്. പക്ഷേ ഈ ടോക്കൺ വാല്യൂ ഇല്ല, ഒരു ലിക്വിഡിറ്റി ഇല്ല, കോയിൻ ഇല്ല, ഒരു സാധാരണ ബേസിക് പോലും ഈ ടോക്കൺ ഇല്ല. നിങ്ങളെ പറ്റിക്കാൻ ഈസി ആയിട്ട് മലയാളികളെ പറ്റിക്കാൻ പറ്റുന്ന ഒരു വാഗ്ദാനമാണ് കോടീശ്വരനാവുക എന്നുള്ള കാര്യം. ആ ഒരു രീതിയിൽ പറ്റിച്ചിട്ടുള്ളതാണ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പെക്സ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളായിക്കോട്ടെ നിങ്ങൾ ചെയ്യരുത്. അവർക്ക് നിങ്ങൾ പൈസ ഉണ്ടാക്കി കൊടുക്കരുത്. ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ നിങ്ങൾക്ക് പൈസ കിട്ടും, പക്ഷെ നിങ്ങൾക്ക് ഫ്യൂച്ചറിലൊക്കെ നോക്കി എന്ന് പറഞ്ഞതൊന്നും പൈസ കിട്ടാവുന്ന ഒരു വകുപ്പും അവിടെ ഇല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതേപോലെ തന്നെ പ്രോട്ടോൺ എടുത്ത് നോക്കി. അപ്പം ഞാൻ കാണാൻ പറ്റുന്നത് നെക്സ്റ്റ് ലെവൽ ടൂൾ, നെക്സ്റ്റ് ലെവൽ ഗെയിൻസ് ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇതിൻ്റെ പ്രോട്ടോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോക്കൺ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ടോക്കണും കോയിൻ കിക്കോയിലോ അല്ലെങ്കിൽ മാർക്കറ്റിലോ നമ്മൾ എവിടെ കയറി സെർച്ച് ചെയ്താലും കാണില്ല. ഇതിൻ്റെ ആകെ പ്രോട്ടോൺ ഇട്ട് സെർച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഈ ഒരു വെബ്സൈറ്റ് മാത്രമേ വരുള്ളൂ. എന്തൊക്കെ രീതിയിലാണ് ആൾക്കാരിനെ പറ്റിക്കാൻ നോക്കുന്നത്, അതിൽ പെടുന്നതൊക്കെ വളരെ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ എന്ന് പറയുമ്പോഴാണ് നമുക്ക് വിഷമമുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ തീർച്ചയായിട്ടും കയറരുത്. ഇത് ഫേക്കാണ്, ഇല്ലെങ്കിൽ ഇത് സ്കാമാണ്. അതേപോലെ തന്നെ ഇവർ വന്നിട്ടുള്ള സ്വിക്സ് സ്കാമാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ അപ്പെക്സ് ഒക്കെ ഫ്യൂച്ചറിൽ ആൾറെഡി സ്കാം ആയി കഴിഞ്ഞു. അതിൻ്റെ ആ ഒരു പ്രൊജക്റ്റ് ഒക്കെ ഫെയിൽഡ് ആയി കഴിഞ്ഞു. ആൾറെഡി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തവരുടെ ഫണ്ടൊക്കെ താഴെ കിടന്നു. ഇനി ആ ഒരു കോയിൻ്റെ ഫണ്ടൊക്കെ തിരിച്ചു കയറണമെങ്കിൽ അവർ വിചാരിക്കണം അവർ നിങ്ങൾക്ക് കുറച്ച് പൈസ തരണമെന്ന്. അതിങ്ങനെ ഓരോ ഫേസ് 1, ഫേസ് 2, ഫേസ് 3, ഫേസ് 4 എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ ഓരോ മെത്തേഡ് ഇല്ലെങ്കിൽ ലിമിറ്റേഷൻ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെയൊക്കെ വിഡ്രോ സ്റ്റോപ്പ് ആക്കുക. എന്നാൽ മാത്രമാണ് അവർക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൽ പൈസ നിങ്ങളുടെ ഫണ്ടെങ്കിലും കിടക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവർ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ആദ്യം കുറച്ച് വിഡ്രോവൽ തരും. അങ്ങനെ വിഡ്രോവൽ എന്നാൽ അടുത്തതിൽ നിങ്ങൾ പറയും അവരൊരു ഫേസ് 2 കൊണ്ടുവരികയാണ്, ഇല്ലെങ്കിൽ വേറൊരു മെത്തേഡ് കൊണ്ടുവരികയാണ്. ഇവിടെ നിങ്ങൾ ഒന്നില്ലെങ്കിൽ സ്റ്റേക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങൾ അവർ പറയുന്ന ഒരു ട്രാൻസാക്ഷൻ ഇല്ലെങ്കിൽ ഒരു ട്രേഡ് നിങ്ങൾ എടുക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ഇത്ര കാലത്തേക്ക് ഇതിൽ സ്റ്റേക്ക് ചെയ്ത് വെച്ചാലാണ് നിങ്ങൾക്ക് അതിൻ്റെ പേഴ്സൻറ്റേജ് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ടുള്ള ഓരോ ഫേസസ് അവർ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് പോകുമ്പോഴാണ് നിങ്ങൾക്ക് എന്താണ് ഒരു ബോധോദയമൊക്കെ വരുള്ളൂ. അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു പ്രോട്ടോൺ സിസ്കോൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് 100% ഫേക്കാണ്. നിങ്ങൾ കയറരുത്. നിങ്ങളുടെ പൈസ പോയിട്ടുണ്ടെങ്കിൽ അത് പോയി എന്നുള്ള രീതിയിൽ എടുക്കുക. ഇനി ഇങ്ങനെ പുതിയ പുതിയ സ്കീമുകളൊക്കെ വരുമ്പോൾ അതിൽ ചേരാതിരിക്കുക. അപ്പോൾ ഏതൊരു ക്രിപ്റ്റോ അറിയുന്ന ആൾക്കാരും എന്തൊരു കാര്യമാണെങ്കിലും ആരുടെ അടുത്തെങ്കിലും ചോദിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു ആൾക്കാരോട് ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ അവരെന്താണ് ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളിടും. എല്ലാവരും ഇത് പ്രൊമോട്ട് ചെയ്യില്ല കാശ് കൊടുത്തിട്ട്. അങ്ങനെയുള്ള മനുഷ്യന്മാരൊന്നും അല്ല എല്ലാവരും. അപ്പോൾ മേ ബി നല്ല നല്ല യൂട്യൂബർ ഉണ്ടാവും, ഇല്ലെങ്കിൽ നല്ല ആൾക്കാരുണ്ടാവും, നിങ്ങൾക്ക് പറഞ്ഞു തരും ഇതിനെപ്പറ്റി ഇങ്ങനെയാണ്, അപ്പോൾ ഇതിലൊന്നും ചെയ്യരുത് എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അപ്പം നല്ല ആൾക്കാരും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ അഭിപ്രായം കേൾക്കുക. പെട്ടെന്ന് തന്നെ പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആക്രാന്തമാണ്. എല്ലാവർക്കും ആക്രാന്തമുണ്ട്, എനിക്കും ഉണ്ട് പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ. പക്ഷേ നമ്മൾ വേണം വെച്ച് ആൾറെഡി ഒരു തെറ്റുപറ്റി, പിന്നെയും തെറ്റുപറ്റുക എന്നുള്ളൊരു കാര്യം പഠിക്കുക എന്നുള്ള കാര്യമല്ല. തെറ്റിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കാം. അതിങ്ങനെ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് എന്തായാലും പറ്റിക്കപ്പെടുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫ്യൂച്ചറിൽ അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾ പെട്ടെന്ന് വന്നിട്ട് ഇപ്പം ഞാൻ ചെയ്തൊരു കാര്യം, സ്വിസ് കോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള കോയിൻ്റെ പ്രൈസ് നോക്കുക. അത് ഏതൊരു ബ്ലോക്ക് ചെയിനിലാണ് വന്നിട്ടുള്ളത്, അതിൻ്റെ സ്കാൻ എടുത്ത് അതിൻ്റെ കാര്യങ്ങളൊന്നും നോക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് ഗൂഗിളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്താണ് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വന്നിട്ട് സെർച്ച് ചെയ്യാനുള്ള കുറച്ച് സമയം നിങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് മേ ബി നിങ്ങളുടെ ഒരു കൂട്ടുകാരനോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ടോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബന്ധുക്കാരോ അങ്ങനെയുള്ള ആരെങ്കിലൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവും. ഒന്നില്ലെങ്കിൽ അവർ നിങ്ങൾക്കൊരു നല്ല ഫ്രണ്ട് അല്ല, ഇല്ലെങ്കിൽ അവർ എന്താണ് അവർക്ക് അതിൻ്റെതായിട്ടുള്ള അറിവ് ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ വീഡിയോ ഇല്ലെങ്കിൽ പുതിയ പ്രൊജക്റ്റിൻ്റെ റിവ്യൂ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞു. ഞാൻ ചെയ്യുന്ന എല്ലാം ഞാൻ സ്കാം ആണെന്ന് പറയില്ല, നല്ലതാരെങ്കിലും കൊണ്ടുവന്ന് പറ, ഞാൻ നല്ലത് പറയാം എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ടെലിഗ്രാം ചാനലിലൊക്കെ കയറിയിട്ടില്ലെങ്കിൽ ടെലിഗ്രാം ചാനലിൽ കയറുക. പൈസ ഉണ്ടാക്കാൻ പൈസ ഇടാതെ തന്നെ പല വഴികൾ ക്രിപ്റ്റോയിലുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ കൂടുതൽ പഠിക്കുമ്പോൾ നമുക്ക് എന്താണ് ഓണായിട്ട് നമുക്ക് തന്നെ ഓരോ കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നുണ്ട്. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.